ഞാൻ ട്രിനിറ്റി പള്ളിക്കാരുടെ കൂടെ പോകാനായിട്ട് എൻ്റെ മോൻ പൈസ കൊടുത്തതാ. അപ്പൊ ഒടുവിലാണ് കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് ഒടുവിൽ ബസ്സിന് സ്ഥലമില്ലായിരുന്നു. അതേത് മാസമായിരുന്നു? അത് ജൂലൈയിലായിരുന്നു. ഈ മാസം തന്നെ. ജൂലൈ ഒടുവിലായിരുന്നു, 25. ജൂലൈ. അന്നേരം പിന്നെ മേരിക്കുട്ടി മോടെ ബന്ധുക്കാരിയാന്നല്ലോ. മേരിക്കുട്ടി പറഞ്ഞു ഇതുപോലെ അവരുടെ പള്ളിക്കാർ പോകുന്നുണ്ടെന്ന്, എന്റെ പേരും കൊടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ മോടെ വിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതിന് മോനെ അതിനെ ഒത്തിരി നിർബന്ധിച്ച അമ്മ പോവും, അമ്മ പരീക്ഷയിൽ എല്ലാത്തിനും പോവാന്ന്. അങ്ങനെ ബുക്ക് ചെയ്തു. അങ്ങനെ വരാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ വരാനും നിങ്ങളെ എല്ലാരെയും കണ്ട് പരിചയപ്പെടാനും ഒക്കെ സന്തോഷം കിട്ടി. ഔനയുമായി ഒക്കെ നേരത്തെ അറിയുന്നതാ. അവര് മിനിസോട്ടയിലായിരുന്നു. എന്റെ മോടെ കല്യാണ സമയത്തേ അവരോടുള്ളത്. അവരൊക്കെ പാട്ട് പാടാനും സമയത്ത് മോടെ കല്യാണം മിനിസോട്ടയിലായിരുന്നു. പിന്നെ ട്രിനിറ്റിയിലെ പള്ളിക്കാർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. ലാലി അറിയത്തില്ല. പിന്നെ അങ്ങനെ എല്ലാരും ഒത്തിരി ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു സമയം കിട്ടി. വളരെ സന്തോഷമായിരുന്നു. ഒരു പ്രയാസവും എനിക്ക് തോന്നിയില്ല. അമ്മയ്ക്ക് ശരീരവേദന ഉണ്ടോ? ഒന്നുമില്ല. വളരെ സന്തോഷം. നോഹാർക്ക് കണ്ടിട്ടേ അമ്മ എന്താ അതിന് അമ്മയ്ക്ക് ഉണ്ടായ ഒരു ഫീലിംഗ്? അയ്യോ, അന്ന് നോഹയോട് ദൈവം പറഞ്ഞ പോലെ നോഹ ഉണ്ടാക്കിയില്ലയോ. നമുക്കത് ബൈബിളിൽ വായിച്ചത് ഇപ്പൊ അത് കാണാൻ, അതുപോലെ അതുപോലെയല്ലേ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേ അളവും കാര്യങ്ങളും ഇതെല്ലാം ഇത് കാണാനും അത് സത്യമാന്നുള്ളത് നമ്മൾ തന്നെ കൂടുതൽ വിശ്വാസം ഉണ്ടാകാനും എല്ലാം അതൊരു കാരണമാണ്. പിന്നെ ഇങ്ങനെ എത്രയോ വർഷത്തിനുണ്ട് നോഹ നീതിമാനായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. എത്ര ഇതാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ദൈവം ഓരോ സമയങ്ങൾ തരുന്നതാ, അല്ലാതെ ഞാൻ ആഗ്രഹിച്ചാൽ നടക്കണമെന്നില്ലല്ലോ. നമ്മൾ എവിടെ പോകുന്നു, അതാ ഞാൻ പാടുന്നത്, നിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതമേ നടക്കാവൂ. ഇപ്പൊ നമ്മള് പ്ലാൻ അനുസരിച്ച് ഒന്നും നടന്നാലൊന്നും, ഇപ്പം തന്നെ 1-ാം തീയതി 2-ാം തീയതി പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ 5-ാം തീയതിയാ എനിക്കിത് റെഡിയായത്. ദൈവത്തിന് ഓരോ പ്ലാനുണ്ട് എല്ലാ കാര്യത്തിലും. അങ്ങനെ നടക്കുന്നു. അതിപരിപൂർണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങോട്ടുള്ള യാത്രയും സ്റ്റേ ഒക്കെ അമ്മാമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നായിരുന്നോ? അമ്മ വളരെ എനർജറ്റിക് ആയിരുന്നു, എനിക്കറിയാം. നടക്കാനുണ്ടെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം, ഞാൻ എരുസലേമിൽ പോയപ്പോഴും 7 വർഷമായിരുന്നു പോയി. ഞങ്ങൾ 45 പേരാ പോയത്. സീനായി മല കയറിയ 3-4 പേരേ ഉള്ളായിരുന്നു. അന്ന് ഞാൻ കയറിയത്. എനിക്ക് ദൈവത്തിന് ആരോഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രമുള്ളൂ. അമേരിക്ക ഇനി ഏത് സ്ഥലത്താണ് അമ്മമ്മക്ക് കാണാനൊരു ആഗ്രഹം പോലെ തോന്നുന്നു? എനിക്ക് പിള്ളേർ പോകുന്നിടത്തല്ലേ അമ്മമ്മക്ക് കുറച്ചാളായിട്ട് അറിയാമല്ലോ, ഈ പറഞ്ഞ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല. പിള്ളേർ ഇപ്പം തന്നെ മോനും മെക്സിക്കോയിൽ പോയപ്പോ ഞാൻ വരുന്നില്ല, ഡാഡിയോടൊപ്പം 2 പ്രാവശ്യം ക്രൂസിൽ പോയതാ. എല്ലാം അമ്മ ഫ്ലൈറ്റിലാ പോകുന്നെന്ന് പറഞ്ഞു. അന്നാ ബുക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി സന്തോഷമായിട്ട് വന്നു. അമ്മ പൂനെക്കാ പോകുന്നെന്ന് പറഞ്ഞു. പൂനെക്ക് ഇപ്പം പോകത്തില്ല, നാട്ടിൽ ചെന്നിട്ട് പോകണമെന്നുണ്ട്. നീസ് വിളിച്ചോണ്ടിരിക്കും. സമയമുള്ളപ്പോഴൊക്കെ എല്ലാരും നീസ് എല്ലാം ബാംഗ്ലൂർ പോയിട്ടുണ്ടല്ലോ. അമ്മേലെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരുപാട്. ഹിന്ദിയൊക്കെ സംസാരിക്കും അമ്മ? ഇല്ല, ഹിന്ദി എല്ലാം പഠിച്ച ഒരു അക്ഷരം പോലും അറിയത്തില്ല, യൂസ് ചെയ്യാത്തോണ്ട് പഠിച്ചില്ല. ഹിന്ദി പഠിക്കുന്ന. പക്ഷെ യാത്രയിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അമ്മ? ഇല്ല. നാട്ടിൽ ചെന്നാൽ പിന്നെ അവര് തന്നെ വന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാം തന്നെ എങ്ങും പോയിട്ടില്ല. നാട്ടില് 2 മാസത്തിനകത്ത് കാശ്മീർക്ക് ഒരു യാത്ര പോകാൻ അമ്മമ്മ അറിയത്തില്ല. ഞങ്ങള് വിളിച്ചാൽ വരുമോ? നിങ്ങൾ പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. ഉണ്ടോ? ഞാൻ തിരിച്ചു വരുന്ന ജനുവരിയിൽ അല്ലേ? നാട്ടിലെ സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് വീക്കില് പോകാനുള്ള ഞങ്ങൾ 2-3 ഡേയ്സേ ഉള്ളൂ. ഞങ്ങൾ നോർത്ത് ഇന്ത്യ ജീവിച്ചതാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് കാശ്മീരിൽ ഒന്ന് കാണണമെന്നുണ്ട്. എന്റെ നീസ് എന്നും വിളിച്ചോ പറയും, മാമാ നമുക്ക് ലോയറാ പറയും, നമുക്ക് കാശ്മീർ. അവളിങ്ങനെ ചുറ്റില്ലോ അവിടെ എല്ലാം. അന്നേരം വിളിക്കുമോ? ഞാൻ പറയും നോക്കട്ടെ, നിന്റെ പ്രായമല്ലല്ലോ എനിക്ക്.
മലേഷ്യയിൽ ഇപ്പൊ ഒരുപാട് ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളായിട്ട് വരുന്നില്ലേ? ഒത്തിരി പേരുണ്ട്. മമ്മി ആരും വിളിച്ചില്ലേ? അല്ലെ ഞങ്ങളൊക്കെ ഒന്നുകൊണ്ട് കാണിക്കാവോന്നൊക്കെ ആരും നാട്ടുകാരും വിളിച്ചിട്ടില്ലേ? എപ്പോഴും എനിക്ക് ആളുണ്ടല്ലോ. ഉണ്ടല്ലേ? ഡിസംബറിൽ എത്രയോ പേര് വരാറുണ്ട്. ശരി. ഞാൻ വരുന്നുണ്ട്. എന്റെ ബ്രദേഴ്സിന്റെ മക്കളെല്ലാം വന്നിട്ടുണ്ട്. എന്റെ ബ്രദേഴ്സ് എല്ലാരും വന്നിട്ടുണ്ട്. എനിക്കിന്ന് എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി സന്തോഷം മാമേ. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു, പഴയകാല ചരിത്രങ്ങൾ. നമ്മളൊക്കെ ഒരിച്ചിരി കാര്യങ്ങളോടെ നമുക്ക് പുറകോട്ട് പോയി. ഒരു മിനിറ്റ്.